ഇങ്ങ് മുമ്പോട്ട് വന്നേ. രാജപ്പൻ വന്നേ. ഗ്ലോറി ഇങ്ങ് വാ, വാ കമ്മിയോ ഒന്ന് കാണട്ടെ ഞാന്. നമ്മൾ ഈ പേരും പെരുമയും വലിയ ഈ പത്രാസൊക്കെ ഉള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന ആളല്ല നമ്മൾ. നമുക്കിഷ്ടം സാധുക്കളും ആരും അറിയാത്തവരും ദൈവം കൊടുത്ത താലന്ത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനും പറയാനും പരിചയപ്പെടുത്താനൊക്കെ ഒരു കോഴ നമുക്കില്ല. നമ്മൾ അങ്ങനെ വളർത്തുന്നവരാ. ഞാൻ എല്ലാ ദിവസവും പറയാം, നമ്മൾ വളർത്തുന്നവരല്ലയോ. ആരെയും വളർത്തും, ആരെ ശുശ്രൂഷയിൽ ദൈവം ആരെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ അവരെല്ലാം നമ്മൾ വളർത്തും. രാജപ്പൻ ഉപദേശിയെ എനിക്ക് 10-35 വർഷമായിട്ട് അറിയാം. നല്ല അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ. എവിടെ പോയാലും തല്ലുകൊള്ളുന്ന പരിപാടി അതിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. വാക്യം വായിക്കും, പറയും, വാക്യം പറയും, പാട്ട് പാടും. ഏത് ബസ്സിൽ കയറിയാലും ആരും 2 മിനിറ്റ് വന്നാൽ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം. അതിന്റെ വില അറിയാം. എല്ലാ ടൈം എനിക്ക് അറിയാൻ പുള്ളി, അതുകൊണ്ടാണ്. സ്തോത്രം സ്തോത്രം. ഒരു 35 വർഷത്തിന് മുൻപ് എന്റെ ജോലി വിട്ടിട്ട്, ബാർബർ ഷോപ്പ് ജോലിയായിരുന്നു, വിട്ടിട്ട് പല സഭകളിൽ പോകാൻ കൊടുത്തതിന് വേങ്ങൂർ എന്റെ പിതാവ് വരുന്ന ആ സഭയിൽ കടന്നു നിന്നു. അവിടെ ഒരു പാട്ട് പാടി. കണ്ടകല്ലും മരങ്ങളും കൊണ്ടുപോല രൂപം തീർത്തു കൊണ്ടുവച്ചിടത്തിരുത്തും തുണ്ടമല്ല സത്യദൈവം. ബാക്കി നമുക്ക് അറിയാവുന്നത് പാടത്തില്ല. അപ്പൊ ഈ പാട്ടോട് പാടി ആത്മാവിനെ പ്രാർത്ഥിച്ച് ആരാധ്യപ്പോൾ അപ്പച്ചൻ എന്നെ വിളിച്ച് മുന്നോട്ട് വരുത്തി. എടാ മക്കളെ, നീ എവിടാ പാർക്ക്? ഞാൻ പറഞ്ഞ ഇവിടെ ഐലറ IPCL കൂടുന്നു. ഞാൻ ജോലി വിട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ സഞ്ചാര സൂക്ഷിനായിട്ട് ഇവിടെ വന്ന് എന്നെ ഒരാളെ വിളിച്ചു, ഇങ്ങോട്ട് വന്നതാന്ന്. ശരി, നീ ജോലിയൊക്കെ വിട്ടിട്ട് എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് അപ്പച്ചൻ പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ 3-4 പെങ്ങന്മാരെ അയക്കണം, ജോലി ഒരുപാടുണ്ട്, ഒത്തിരി ചുമതലയാണ്. ശരി, ആട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ അവിടെ എല്ലാ ദൈവമക്കളും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വലിയ ശക്തി, സന്തോഷം എനിക്ക് പോട്ടു. ഏറെ താമസിക്കാതെ അപ്പച്ചന്റെ വാക്ക്, ഞാൻ ബൈബിൾ കുറിച്ച് പഠിച്ചാണ്, തിരുവനന്തപുരത്തിന് പഠിച്ചു, അത് വേറെ വിഷയം. ഏതായാലും ചില നാടുകൾക്ക് ജോലി വിട്ടിട്ട് കേരളക്കരയിൽ, വടക്കേ ഇന്ത്യയിൽ, ഷാർജ, കുവൈറ്റ് ഈ സ്ഥലങ്ങളിൽ കടന്നുപോയി. സ്വതന്ത്രം ഇപ്പോൾ കർത്താവിന്റെ വേല ഇപ്പോൾ ചെയ്ത് 35 വർഷം കഴിഞ്ഞു. പറയട്ടെ, എന്റെ ബന്ധുക്കൾ തന്നെ 146 എണ്ണം ബന്ധുക്കൾ മാത്രം ഇപ്പോൾ സ്ഥാനപ്പെട്ട് ബന്ധുക്കൂസിലുണ്ട്. 9 പരസഭകൾ ചെറിയ തോതിൽ 10 വരെ കൊണ്ടുവരത്തുള്ളൂ. ആരെങ്കിലും IPCക്കോ AGക്കോ ചർച്ചകോ ഏൽപ്പിച്ച പലയിടത്തും കേരളക്കരയിൽ, വടക്കേ ഇന്ത്യയിലും ഉണ്ട്. ദൈവം സഹായിച്ചു. 131 കൺവെൻഷൻ കേരളക്കരയിൽ നടത്തുവാൻ, മടത്തറ മുതൽ റാന്നി വരെ നടത്തുവാൻ ദൈവം ഭാഗ്യം നൽകി. ഏത് ബസ്സിലും കവലയിലും ഷാപ്പിന്റെ പഠിക്കണം, കോളേജ് പഠിക്കണം, സ്റ്റേറ്റ് പഠിക്കും, അന്ത്യംശം ബാറിന് എന്ന് വേണ്ട, അസംബ്ലി പഠിക്കും. നിന്നുകൊണ്ട് എന്റെ യേശുവിനെ പിടിച്ച് പ്രസംഗിക്കും. അപ്പോൾ കാണാൻ നയനായിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി. ഇയാൾ നോക്കിയപ്പോ ഇങ്ങനെ നെഞ്ചത്ത് കെട്ടിയിട്ട് വെച്ച് കീറുക. ഇവൻ ചോദിച്ചു, പുള്ളി ചോദിച്ചു, ഈ ആളേതാ? ഇതൊരു ഉപദേശിയാണ്, പൈസ വല്ല വേണം ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ പത്രക്കാർ പൈസ ഒന്നും വേണ്ട. ഏതായാലും അവിടെയും കർത്താവിനെ ഇപ്പോഴും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കർത്താവ് സഹായിച്ചു. പറയട്ടെ, ഇപ്പോൾ ഒരു SI 6 സ്ഥലം പിച്ചക്കാരൻ കൊലപ്പള്ളി കള്ളിയേറി അച്ഛനെ ഇപ്പോൾ നമ്മുടെ റാന്നി, നമ്മുടെ തിരുവല്ലയിൽ ഇപ്പോഴേ IPCയിലെ രാജീവ് പോലെ സഭയിൽ ഒരു വേലക്കാരനോട് ഇപ്പോൾ അമേരിക്കയിൽ പോയി എന്നെ വിളിച്ച് ബസ് നമുക്കൊരു 8 കൺവെൻഷൻ നടത്തുന്ന അച്ഛനെ വിളിച്ചേക്കുവാണ്. ഇപ്പോൾ ഈ കൺവെൻഷനിൽ എൻ്റെ പ്രാസംഗികർ ഏതാണ്ട് ഒരു 56 അച്ഛന്മാര്, ഏതാണ്ട് അഞ്ജലി പോൾ കന്യാസ്ത്രീ 36 ലക്ഷം വിളിച്ചിട്ടുണ്ട്. അഞ്ജലി കന്യാസ്ത്രീ മത്സരത്തിനെ കാസബിനെ ക്രിസ്ത്യൻ അച്ഛനെ ജാതക കാനത്തവർ അച്ഛന്മാർ ഒരുപാട് വിളിച്ചു. ഇപ്പൊ എന്റെ 78 അച്ഛന്മാരും പറയട്ടെ 19 കന്യാസ്ത്രീമാർ ഒരു തീമേരി കുപ്പായ ഊരുകളി ആരി കളഞ്ഞും മറവായി ഷാനപ്പെട്ടു കൂസില. ഇതെല്ലാം ഞാൻ എന്റെ മോളും എന്റെ കൊച്ചുമോനും കൂടെ വണ്ടിക്കൊടുത്താണ് ഫോട്ടോ ഒക്കെ എടുത്ത് റെഡിയാക്കി മാരാമൻ കൺവെൻഷൻ വെച്ചാൽ എല്ലാം കൊടുത്തു. അവരെ കൊടുത്ത് കഴിഞ്ഞപ്പം അച്ഛന്മാർ എന്നെ പിടിച്ചു. ഈ തീരുമാനത്തിൽ അച്ഛന്മാർ ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്തോണ്ടിരിക്കുക. പറയട്ടെ, അവസാനം ഞാൻ അവിടെ എല്ലാവരും കൊടുത്ത് ഇവരെന്നെ പോലീസിൽ ഏൽപ്പിച്ചു. പോലീസുകാർ നോക്കിയപ്പോൾ ഇതെല്ലാം സത്യമാണ്. അപ്പോൾ കാണാൻ ഞാൻ വിശ്വാസിക്കുന്നത് പോലീസുകാർ വന്ന് ഈ ഉപദേശി എന്നെ അനാസാരപ്പെടുത്തിയ ആളാണ്, ഇദ്ദേഹം നിവേദനം ചെയ്യുന്ന ഒരാളാന്ന് പറഞ്ഞത്. അച്ഛൻ ആ പോലീസ് എന്നെ ഞങ്ങൾക്ക് പറഞ്ഞു വിട്ടു.
പറയട്ടെ, ബാക്കി 600 ഉണ്ടായിരുന്നു, അവരെന്നെ പിടിച്ചു വെച്ച് കൊണ്ടുപോയി. എനിക്കറിയാം ഒരു 100 സാരപ്പെടും ഇല്ലയോ ബസ്. പറയട്ടെ സോദരോ, അങ്ങനെ ഏത് കവലയിലും ഷാപ്പിൽ പഠിക്കുന്ന വന്നു നടത്തോ സഹായിച്ചു. അടി ശരിക്കും കൊള്ളുന്നുണ്ട്, അടിച്ചവന് പെന്തുക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര സഹായിച്ചിട്ട് അല്ലയോ. ഇതാ ഞാൻ പറഞ്ഞ്, ആരെങ്കിലും സ്തുതിക്കണമെങ്കിലും സ്തോത്രം ചെയ്യണമെങ്കിലും ഇതുപോലെ ഞെട്ടണമെങ്കിലും പറയണമെങ്കിലും കാരണം കാണണം. കാരണമില്ലാത്തതുകൊണ്ടാണ് അഞ്ഞാമുഞ്ഞാൻ കൊണ്ട് കുത്തിയിരിക്കുന്നത് ഇവിടെ. കാരണമുള്ളവൻ ദൈവത്തെ സ്തുതിക്കും, വിടുതൽ പ്രാപിച്ച ദൈവത്തെ സ്തുതിക്കും. അധികം ഇളച്ച് കിട്ടിയവൻ അധികം ദൈവത്തെ സ്നേഹിക്കും, അധികം ക്ഷമിച്ച് കിട്ടിയവൻ അധികം ദൈവത്തെ സ്തുതിക്കും. കാലും നരിയാണി ഉറച്ചവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും, മുടന്തരായവൻ സൗഖ്യമായ ദൈവത്തെ സ്തുതിക്കും. വളരെ സന്തോഷം. ഞാൻ വല്ലപ്പോഴും സഹായിക്കുന്ന ആളാണ്. നമ്മൾ സൈക്കിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് ഒരു സൈക്കിൾ കർത്താന് വിലയ്ക്ക് വേണ്ടി കൊടുത്ത് താൻ അനേക വർഷങ്ങൾ അത് ഉപയോഗിച്ചു. തന്നുള്ള ടീം എന്ത് ചെയ്യും ഉണ്ടോ? എഴുതൊക്കെ പറ. ആ പിള്ളേയും കിള്ളയും എല്ലാം എഴുതരും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ടീമുണ്ട് അവിടെ എല്ലാം. ആ കണ്ടോ ആട്ട്. താങ്ക് യു അവിടെ പോരുന്നാട്ട് മതി. നോക്ക്, ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് നോക്ക്. ജനങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ അല്ലയോ, ജനങ്ങൾക്കൊരു സന്തോഷമല്ലയോ? ഉണങ്ങിയും തൂങ്ങിയും കുത്തിയിരുന്ന നീ ഇരുന്ന് ഉറങ്ങി. പുള്ളി ഉറങ്ങത്തുമില്ല, പുള്ളി അടുത്തിരിക്കുന്ന ആള് ഉറങ്ങത്തില്ല. മാത്രമല്ല രാത്രി പോലും ഇനി ഉറങ്ങുന്ന സംശയമില്ല. പേടി കിട്ടി ഇനി രാത്രി പോലും ഉറങ്ങുന്ന പേടിയായിരിക്കും അടുത്തിരിക്കുന്നവര്. എന്റെ പിതാവ് പറയുമായിരുന്നു, ഉറങ്ങുന്നവരടുത്തിരുന്ന് അഭിഷേകം പ്രാപിച്ചതിന് ഒരു ഗ്ലോറി പറഞ്ഞാൽ അവൻ ഇനി യോഗത്തിന് മാത്രമല്ല രാത്രി പോലും ഉറങ്ങരുത് എന്റെ പിതാവ് പറയുമായിരുന്നു. അങ്ങനെ വേണ്ടിയത് അതാ ജീവൻ പ്രാപിച്ചവർ. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഇടയ്ക്കൊരു സാക്ഷ്യം കിട്ടിയതിനാൾ സ്വോത്രം പറഞ്ഞാട്ട് കർത്താവ്